നഷ്ട സ്വപ്നത്തിൻ ഭാരവും പേറി യാത്രയായി നീരാമുങ്ങി. കണ്ണീരിനുള്ളിൽ കഥകൾ ഒളിപ്പിച്ച് കാണുന്നവർക്കെന്നു ചിരിയേകി. കണ്ണീരിനുള്ളിൽ കഥകൾ ഒളിപ്പിച്ച് കാണുന്നവർക്കെന്നു ചിരിയേകി. കാണാമറയത്തിൻ കാരിരുൾ കൂട്ടിൽ ഏകനായിന്നും രാമുണ്ണി, ഏകനായിന്നും രാമുണ്ണി. കിട്ടുന്നതെല്ലാം തിന്നു മടുത്തു ഒറ്റയ്ക്കിരുന്നു രാമുണ്ണി, ഒറ്റയ്ക്കിരുന്നു രാമുണ്ണി. രാമുണ്ണി, വയലും വീടും. നിൽക്കെന്തെങ്കിലും കൃഷിപ്പണിക്ക് പോയിക്കൂടെ രാമഞ്ഞി? ഞാൻ എന്തിനു വലിയ പണിക്ക് പോകാൻ? എന്നെ 4 മണി പണിക്ക് പോകുന്നുണ്ട്, കൊണ്ടു തരുന്നുണ്ട്, പഹാന്ന് ഞാൻ തിന്നു നീന്നുണ്ട്. ഓള് പണിയെടുക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് പണിക്ക് പോകാനാണ്? ഞാൻ ഓനോട് പറയുന്ന കളത്തിൽ പോയിട്ട് എന്താ കൃഷിപ്പണി എടുക്കുന്നു. എന്തൊരു കർമ്മപ്പ, പണിയെടുത്തിട്ട് നിങ്ങളെ ചോറ് വേണം എനിക്ക്. എല്ലാം തിന്നിട്ട് തന്നെ പോട്, അങ്ങനെ പോലാണ്. എനിക്ക് വേണ്ടപ്പാ. എന്നിട്ട് എന്തെങ്കിലും ബാക്കിയായാലും എന്റെ വീട് നിങ്ങളെ പേരിലാക്കാൻ വേണ്ടിട്ടല്ലേ. എനിക്ക് നിങ്ങളെ പൈസ ഒന്നും വേണ്ടപ്പാ. നീ എന്നൊക്കെ ഓ എന്തിനാ അതൊക്കെ ഉണ്ട്. അതെയാ? ഞാൻ വേറെ അതെയാ? എന്നാ പിന്നെ ഞാൻ വരാം. എനിക്ക് വേറെ പണിയൊന്നും ഇല്ല രാമജി. എന്താ അങ്ങനെ വെച്ചിട്ടപ്പാ? അത് കണ്ടോറെ വളർത്തിട്ട് ചേനയും കൊള്ളിയും കക്കാൻ ഇവിടുത്തെ എല്ലാ നേരോടും കൊള്ളിയും പിന്നെ ചേമ്പെല്ലാം കളിച്ചു കൊടുത്താല് കോയിന്റെ ചാറ് തരാന്ന് തോമൻ നായർ പറഞ്ഞു. ആ കോയിന്റെ ചാറ് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. കോയിലെ പൂട കിട്ടിയാ എനിക്ക് ഭാഗ്യം. അത് നീ അങ്ങനെ പറയുന്നത്? ഓരങ്ങനത്തെ വെച്ചൊന്നുമല്ല, കോയിന്റെ ചാറ് തരാന്ന് ഓർ തരുവാണ്. കിട്ടിയെന്നെ നോക്കാന്നാല്. അതും തന്നിട്ട് തീർത്തിട്ടുവാ. നാടു അമ്പലം എടുത്തിട്ട് കയ്യായിട്ട് ആ സുഖവൈദ്യരടുത്തുനിന്ന് കുറച്ച് ലേഹ്യം കൊണ്ടുവച്ചിട്ടുണ്ടോ അതിന്. കഴിച്ചിട്ട് കഴിയാൻ തീർന്നു, ഇതൊന്നുമില്ല. ആര് വിളിച്ചാ അച്ഛനാ? ആ കല്യാണം വരെ കോഴി വാങ്ങിനോലും അതിനെ പിടിക്കാൻ വേണ്ടിട്ട് അച്ഛനെ വിളിച്ചത്. ഓ, എന്നിപ്പോ അതിന്റെ കറിയും കൂടി വെച്ചിട്ട് തിന്നിട്ട് എന്ന് പേരിലുണ്ടാവും. എന്റെ രാമഞ്ഞേട്ടാ, നിങ്ങൾ ടോർച്ച് കെടുത്ത് ആരെങ്കിലും കണ്ടെങ്കിൽ പുറത്തേക്ക് നടക്കാൻ കഴിയില്ല. അല്ല, നമ്മ കക്കനല്ലേ ഇവിടെ വന്നേ. ഈനെപ്പ താഴെ നിർത്തിയ ഒന്നാടെ മിണ്ടാതിരിക്ക്, ഞാൻ കുറച്ചുതരാം.
തൽക്കാലത്തേക്ക് മതി മതി വേമ്പ ആരെങ്കിലും വരുന്നതിന് മുമ്പ് വേഗം കീഞ്ഞത് നീ. നാളെ പറഞ്ഞ വരെ കാലും ഒത്തുട്ടാ മിണ്ടാതിക്ക് രാമനേട്ടാ. പോയോടെ എല്ലാരും? പോയി പോയി എല്ലായിടത്തും. ഞാൻ പോന്നു രാമനേട്ടാ. ടോർച്ച് അപ്പൊ ഞാനോടാ? നിങ്ങളറിയാത്ത വയ്യില്ലല്ലോ രാമനേട്ടാ. അതെന്ത് കഥ? ശോഭുവിന്റെ കൊട്ടും അമ്പിളിമാമന്റെ പാട്ടും പിന്നെ രാമുഞ്ഞിന്റെ ചൂട്ടും നഷ്ടസ്വപ്നത്തിൻ ഭാരവും പേറി നീ രാമുഞ്ഞി രാമുഞ്ഞി ഒറ്റയ്ക്കിരുന്നു രാമുഞ്ഞി. കാട്ടിട്ട് കുടിക്കുന്നു പാകുപ്പാ. നിർത്തുന്നില്ല വണ്ടി തിരിക്കും. എന്റെ സംബന്ധപ്പ നേരിട്ട് തന്നെ എന്റെ കുട്ടീന്റെ തുലാഭാര നായരെ. അതിപ്പെന്താ? നേർച്ചക്ക് വെച്ച് ഇളനീര് ദേ കിടക്കുന്നു. ആ ഇതൊരു ഒന്നാം തവന്നറ്. ഇത് കണ്ട് ആരും കക്കാണ്ടിരിക്കോ? ഓനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ലല്ലോ തമ്മേ. അല്ലെങ്കിൽ ഓൻ്റെ അടുക്ക് എന്തോ ഒരു മറുപ്പൊന്നുമില്ല തമ്മേ. മിനിയാന്ന് എന്റെ കുഴപ്പം ഒരു കായ്ക്കൊല്ലും ഒരു ജാനി കളിച്ചിട്ട് പോയി. നമ്മ എന്താ കഴിയില്ല തമ്മേ. ഇല്ലത്തോറും ഇടയില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ ഇമ്പ്രാസം അക്കരെ കാവില് പൂജക്ക് പോയിട്ടുണ്ട്. വരട്ടെ, ഓനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മേ, അച്ഛൻ കാരണം എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. പോകുന്ന വൈകി ചന്ദ്രേട്ടനും എല്ലാരും പറയുന്നു അച്ഛൻ കട്ടിട്ട് നിന്ന്. എന്തേ മോളെ ആക്കുന്ന എന്നിട്ട്? അച്ഛൻ ഇനി ഇങ്ങനെ കട്ടി നിന്നാണ് ഞാൻ ഇനി സ്കൂളിലേക്ക് പോകുന്നില്ല. ഓ വയസ്സായി വരുന്നതിന് എങ്ങനെയെങ്കിലും ഒന്ന് സഹിച്ചോളാം. നാരായണി, 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 എന്താ നാരായണി? ഞാനിങ്ങനെ തിന്നിട്ടും ഉറങ്ങിയിട്ടും നടക്കുന്നതായിട്ട് എനിക്ക് ഇടങ്ങാണോ നാരായണി? രാമൻ ചേട്ടന്റെ വിശപ്പ് മാറുന്നില്ലെങ്കിൽ എന്നെ എന്റെ അമ്മണി ഇനിയും തിന്നോ നിങ്ങ? നീ എന്താ നാരായണി അങ്ങനെ പറയുന്ന? നീ എന്റെ നാരായണിയല്ലേ? അമ്മ നമ്മളെ മോളല്ലേ നാരായണി? നാലപ്പാടിന്റെ കരിക്കും കോമൻ നായറെ ചേനി എന്നും വേണം രാമൻ ചേട്ടാ. ഞാൻ ഇന്ന് കട്ടിട്ട് തിന്നില്ല നാരായണി. ഇന്ന് നിങ്ങൾ ആരും ഞാൻ പറയിപ്പിക്കുന്നില്ല. മതിയാ? അതിനുള്ള വഴിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് നാരായണി. അമ്മണി എന്നെ നീ ഇതാരോട് പറയാൻ നിക്കണ്ട കേട്ടോ. എല്ലായിടത്തും ഒന്ന് നോക്കിക്കോ.
നിങ്ങൾ എല്ലായിടത്തും പോന്നല്ലേ? രാമൻചേട്ടനെ കണ്ടില്ല നിങ്ങൾ? ഞങ്ങളില്ല. എവിടെയെങ്കിലും പോട്ട്. ഈ നാട്ടില് കട്ടിച്ച് മതിയാവാനിട്ട് അപ്പുറം എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും കക്കാൻ. അമ്മണേ, അമ്മണേ, കുറച്ച് വെള്ളം കൊണ്ടുവന്നാണേ. നീ എതിരാതൊക്കെ നിങ്ങക്ക് എന്നെ അറിയില്ല, എനിക്കെല്ലാരും അറിയും. ഒറ്റ ഇരിപ്പ് നീ 5-6 വയസ്സ് നിന്ന് ആളല്ലോ രാവിലെ ചേട്ടൻ ഓരോട് പോയിനിപ്പോവാ. നിങ്ങ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങ എന്തൊക്കെ പറഞ്ഞാ മതി. നിങ്ങ ബാ, ഓറെ കണ്ടുപിടിക്കാലോ. ആരാട്ടി പൊട്ടി ഓർമ്മ ഞാൻ പൊട്ടി വെച്ചിട്ടു. സ്വാമി ആള് ഭയങ്കര ആരാട്ടി. എന്റെ മുത്തപ്പനെ കാണാതിരിക്കുമ്പോ ഇയാളെ എന്നെ പൊക്കി എടുത്തില്ലേ. കണ്ടറിയാ. എങ്ങനെയെങ്കിലും ഒന്ന് തപ്പി എടുത്താ മതി. ഇപ്പൊ എന്നെ കൊണ്ട് കഴിയുന്നല്ല ഞാൻ ചെയ്യും കേട്ടോ. സ്വാമി, ഒരു കോൾ എത്തിയിട്ടുണ്ട്. വരട്ടെ. സ്വാമി, അവര് വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കട്ടെ? വരാൻ പറയാം. അകത്തേക്ക് വന്നോളൂ. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഹരഹര ശിവശിവചിത്രമിതോർത്താൽ വത്സം ശ്യാമയ ലക്ഷ്മണവ്രതവും മുഖ്യാശ്രമ പദ വിഭൂമരമെന്ന മതപരകളും നുഞ്ചരവരനും പാമ്പും ഗീരി മാമ്പരിച്ചക്കറി തമ്മിൽ ചേർന്ന് കളിക്കുമാർ. ഗോവിന്ദ, കിഴക്കേ വള്ളിയിലെ മുക്കെണ്ണം പറ്റില്ല താഴെ വീണതായി നമുക്കിവിടെ കാണാം. അത് പോയി എടുത്തു. ഓ, എന്റെ രാമഞ്ഞേട്ടന പെട്ടെന്ന് എത്തിക്കണം സ്വാമി. ആള് ജീവനോടെ ഉണ്ട്, പക്ഷേ തിരിച്ചെത്തിക്കാൻ ചില കർമ്മങ്ങളൊക്കെ വേണ്ടി വരും. ഞാൻ വീട്ടിലേക്ക് വരാം. എങ്ങനെയെങ്കിലും ഒന്ന് അളിയനൊന്ന് കിട്ടിയാ മതി. നിങ്ങൾ ദക്ഷിണ വെച്ച് മടങ്ങിക്കൊള്ളു. ഗോവിന്ദനെ അയക്കാം, വിശദ വിവരങ്ങളായിട്ട്. ആ, ഇതിലേക്ക് ഇട്ടു. ഇട്ടു ഇട്ടു ഇട്ടു. നീ പറഞ്ഞ പോലെ ആള് ഭയങ്കരൻ തന്നെ. ഗോവിന്ദ, ഇന്നാ നിങ്ങളെ മുക്കണ്ണൻ ഇന്ന് തന്നെ ദക്ഷിണ ഒഴിവാക്കിയല്ലേ? മയില്
അല്ല സ്വാമി, ഈ സ്വാമി എങ്ങനെ സ്വാമിയായത്? എൻ്റെ കൂടെ ഇത്രയും നാൾ നടന്നിട്ടും നീ എന്തേ ഇത് ചോദിച്ചില്ല എന്നാണ് ഞാനും വിചാരിച്ചിരിക്കുന്നത്. അല്ല, ഈ വേദാനന്ദ സ്വാമി അതങ്ങനെ? എടോ, വേദാനന്ദ സ്വാമി അല്ല, വേദനാനന്ദ സ്വാമി. അങ്ങനെ പറയുമ്പോൾ ഈ വേദനം കിട്ടുമ്പോൾ നമുക്കൊരു ആനന്ദമുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ശരിക്ക് എൻ്റെ പേര് ഇതായിരുന്നില്ല. എൻ്റെ പേര് സുധി എന്നായിരുന്നു. മീൻ കച്ചവടമായിരുന്നു ഈ പണി. ഈ മീൻ കച്ചവടത്തിൻ്റെ പ്രത്യേകതയുണ്ട്. കടലിൽ നിന്ന് മീൻ വെറുതെ കിട്ടുമെങ്കിലും ആരും അത് വെറുതെ കൊടുക്കാറില്ല. അത് കിട്ടുമ്പോൾ നമ്മൾ പോയി വാങ്ങിക്കുമ്പോൾ വലിയ വില കൊടുക്കണം. പിന്നെ അത് കൊണ്ട് വിറ്റാലോ ഒന്നും കിട്ടില്ലേ. വലിയ കഷ്ടപ്പാടാണ് താനും. പിന്നെ ഇതാകുമ്പോൾ നല്ല ഭക്ഷണം കിട്ടും, ആവശ്യത്തിന് ചില്ലറയും കിട്ടും. പിന്നീട് നമുക്കിത് കുറേ ഒരു നാട്ടിലധികം നിൽക്കാൻ പറ്റില്ല. ഈ വേദനാനന്ദം മാറി മാറി പിന്നെ വേദനയാവും. അല്ലാതെ അടികൊട്ടിയ വേദന ഏകദേശം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നാട് വിടും. നമ്മൾ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലായിരിക്കും ഈ പരിപാടി തുടങ്ങാൻ പോകുന്നത്. പക്ഷേ അന്ന് നിന്റെ ഈ സ്ഥാനത്ത് മറ്റൊരാളായിരിക്കും. ആചാരെ, ആ സാമ്യം എഴുതണ്ട് തോന്നുന്നു. ഓർ അങ്ങോട്ട് തന്നെ ആയിരിക്കും തോന്നിട്ടാ. ഓരാടാത്ത അന്റെ മുട്ട നോയിക്കോളൂന്ന്. നീ ഒന്ന് വന്നേ കാതരേ. എന്നിന്റെ പുള്ളേത് അല്ല, നിങ്ങ ഏടൊക്കെ പോയ സ്വാമി? അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടേ ആ രാമനെ കാണുന്നില്ലാന്ന്? ഓ, ഞാൻ മറിഞ്ഞിന്ന്. ഞാൻ ആടെ തന്നെയല്ലേ വരുന്നേ. ഞങ്ങളും അങ്ങോട്ട് തന്നെ. അല്ല, ഒരു കണക്കിന് ഓ പോയത് ഉപകാരായി. ഓനിപ്പോ ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞെന്തെന്ന് പറഞ്ഞാല് ഇങ്ങോട്ടൊന്നും വരില്ല. നിങ്ങ ആടെ പോയിട്ട് ഒരു മന്ത്രം ചൊല്ലിട്ട് ഓനിങ്ങോട്ട് വരില്ല എന്നെല്ലാം പറഞ്ഞാ മതി. അല്ല, ഓന് ഏടെങ്കിലും തിന്നിട്ട് കിടക്കുന്നുണ്ടാവുന്ന്. പിന്നല്ലാതെ ഇല്ലാണ്ട് പിന്നെ. കാതറേ, നടക്ക്. കാതറേ, ഓ ചെല്ലിക്കോളും. നിന്നോട് ഞാൻ രാവിലെ മുട്ടയിൽ വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടേ. എന്നിട്ട് വരച്ചോ? കൊടുത്തു. എന്താണ്ടത് പൂന്തൊണ്ട? മുസ്ലിയാർ വന്നിട്ട് മുട്ട നോക്കിയിട്ടും മന്ത്രവാദി വന്നിട്ട് മന്ത്രം ചൊല്ലിയിട്ടും രാമഞ്ഞേട്ടൻ വരില്ലാന്നാണ് പറഞ്ഞേ. രാമഞ്ഞേട്ടാ, നിങ്ങളെ പോയത് ഞങ്ങളാക്കിയിട്ട് എങ്ങനെങ്കിലും പണിയെടുത്തിട്ട് നോക്കട്ടില്ല രാമഞ്ഞേട്ടാ. ഞാൻ നിങ്ങളാ അമ്മണി കുറച്ച് വെള്ളം എടുത്ത മോളെ ഇങ്ങോട്ട്. കുഞ്ഞിരാമ, എവിടെങ്കിലും പോയിട്ട് നോക്കറ മോനെ നിങ്ങളെ രാമഞ്ഞേട്ടനാ. എല്ലായിടത്തും നോക്കി കാണുന്നില്ല. കോമൻ നായര പാക്കട്ടിയിലും. ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകാഃ ബലദേവാനന്ദ സാഗരഃ. മണിയിലെ ഐസിന്റെ വെട്ടിലും മാത്രമേ നോക്കാൻ പറ്റിയുള്ളൂ. ഞാൻ 4 ദിവസമായി ഐസ് എടുക്കാതെ. ഇനിയിപ്പോ അതിലൊന്നും ഉണ്ടായില്ല. എല്ലാം ഇവൻ കാരണമായത്. എന്റെ കെട്ടിന് വെച്ച കോയും പോയി, എന്റെ പൈസയും പോയി. രാമചേട്ടൻ ഇല്ലയില്ല. രാമചേട്ടൻ ഭീമന്തരത്തിൽ ഓർക്കുന്നുണ്ട് വഞ്ചിക്കാരൻ പറഞ്ഞു. എന്തെങ്കിലും അത് കുംഭകർണ തുരുത്തായിട്ടുണ്ടാവും. നിങ്ങൾ എവിടെ പോന്നറു? മാഷേ, രാമുനി ഭീമന്തുരത്തിലുണ്ടെന്ന് വഞ്ചിക്കാരൻ പറഞ്ഞു. ഞങ്ങോനെ കാണാൻ വന്നു. അതെയാ? എന്നവാ, ഞാൻ വരാം. പോവാ. കുഞ്ഞിരാമ, നീ പോയി നാരായണൻ സമാനിപ്പിക്ക്. ഞങ്ങ പോയി രാമനിനെ കൂട്ടിട്ട് വരാം. ആ, കേറിക്കോ.
അതാ രാമചേട്ടനാടാ. അതാ അതാ. രാമചേട്ടാ, രാമചേട്ടാ, രാമചേട്ടാ. നിങ്ങൾ എന്ത് ഇടാ? നിന്റെ മനസ്സറിയുന്ന മാഷാന്ന്. എന്റെ മനസ്സറിയാനാ? നീ അതൊന്ന് തുറക്കറ രാമുഞ്ഞി. വേണ്ട മാഷെ. തുറക്ക് തുറക്ക്. വേണ്ട മാഷെ. നോക്കട്ടെ രാമുഞ്ഞി, തുറക്ക്. രാമുഞ്ഞി തുറക്ക്. രാമുഞ്ഞി, രാമുഞ്ഞിക്ക് ഇതെല്ലാം ഇഷ്ടമാണോ രാമുഞ്ഞി? ഇഷ്ടാ മാഷെ, എന്റെ ജീവന ഇതെല്ലാം. ഈ ജീവനിൽ എങ്ങനെ ഉണ്ടായ രാമുഞ്ഞി? അത് മണ്ണിൽ ഉണ്ടാകുന്നല്ല മാഷെ. മണ്ണിൽ താനെ ഉണ്ടാവോ? പണിയെടുത്തിട്ടാകുമ്പോഴേ ഉണ്ടാവും. അപ്പൊ പണിയെടുക്കണ്ടേ രാമുഞ്ഞി? പണിയെടുക്കണം എന്ന് എനിക്കുണ്ട് മാഷെ. തയ്ച്ചിട്ട് തിന്നണമെന്ന് നല്ലോണം ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴേക്ക് എന്നെ എനിക്ക് ഉറക്ക് വരുന്നു മാഷെ. എന്നെ എല്ലാവരും മന്ദപ്പെന്ന് പറയുന്നു. നയിച്ചിട്ട് തിന്നണം തന്നെ എൻ്റെ ആശ. കുറച്ച് മെനക്കണം രാമുഞ്ഞി. പണിയെടുത്ത് തിന്നാലേ അന്തസ്സുണ്ടാവും. മാഷ് പറഞ്ഞു തന്നെ നേര്. പണിയെടുക്കണം മാഷെ. പണിയെടുത്തിട്ട് തന്നെ തിന്നണം മാഷെ. ആ, അതാണ് ഇപ്പൊ കാര്യം. പിടികിട്ടിയോ? പിടികിട്ടി മാഷെ. എനിക്ക് അന്തസ്സുള്ള രാമുഞ്ഞിയാണ്. എനിക്ക് നയിച്ചിട്ട് തന്നെ തിന്നണം മാഷെ. ആ, അതന്നെ രാമുഞ്ഞി. അല്ല രാമുഞ്ഞി, നീ നാട് വിട്ട് വരുമ്പോ കത്തും എഴുതി വെക്കണ്ടേ? ഞാൻ കത്ത് എഴുതിനല്ലോ. എന്നിട്ട് ഓർത്തു ഇതല്ലേ? നാരായണ ആ പാനി കൊടുത്തു. ഇങ്ങോട്ട് തന്നെ. രാമുഞ്ഞിയല്ലേ അത്? രാമുഞ്ഞിയെ എന്താണ്ട കാട്ടണേ? കുറച്ച് മോള് നട്ടറാന്ന്. നീ പണിയെടുക്കുന്നയാ? ഇരുന്നിട്ട് തിന്നുന്നതല്ലാണ്ട് ഇങ്ങനെ ഒരു പണിയെടുക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ രാമുഞ്ഞി. എന്റെ മൊയിലാറെ, ഇനി വരുന്ന കാലം എന്ന് പറഞ്ഞാല് യന്ത്രങ്ങളുടെ കാലാണ്. കൃഷിപ്പണി എടുക്കാനൊന്നും മെച്ചന്മാർക്കൊന്നും സമയം ഉണ്ടായില്ല. നമുക്ക് തിന്നണോ നമ്മ തന്നെ നയിക്കേണ്ടി വരും. എന്നെ ഈ കാര്യം ബോധ്യപ്പെടുത്തിയതോ നമ്മുടെ ഈ മാഷാന്ന്. ഇപ്പൊ നമ്മളെ രാമുഞ്ഞി പോലും മണ്ണിൽ പണിയെടുക്കാൻ തുടങ്ങി. ഇനി നമ്മ ഈ മന്ത്രവാദം തന്ത്രമൊന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഇനി എല്ലാവരും ഇതുപോലെ മണ്ണിൽ പണിയെടുത്താല് നമുക്ക് ഇനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റൂ. എന്തേ? അതന്നെ. അപ്പൊ നിങ്ങൾ എല്ലാരും എന്റെ വന്നോളൂ. അതെ, അതാണ് കാര്യം. നമ്മ എല്ലാരും മണ്ണിലിറങ്ങാൻ പോവാ. എന്നാ പിന്നെ അങ്ങനെ ആക്കാം അല്ലേ? പോവാ, എല്ലാരും പോവാ. രാമുഞ്ഞി, എന്താ എനിക്ക് ഇപ്പഴാ ലോകം തിരിഞ്ഞ്. ഇനി കള്ളത്തരത്തിന് കൊള്ളിയൊന്നും ഞാനില്ല. അധ്വാനം ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും സ്വാമി. അപ്പൊ ഇതെല്ലാം കള്ളക്കണി ആയിരുന്നല്ലേ? അല്ല പിന്നെ. ഇനി അധ്വാനിച്ച് അന്തസ്സായി തന്നെ ജീവിക്കാം. തോന്നിക്കൊന്നേ. രാമുഞ്ഞി, ഇപ്പൊ എല്ലാം ശരിയായില്ലേ? പിന്നെ ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഇപ്പൊ എല്ലാം ശരിയായി.
പോകുന്നുണ്ട് നല്ല സ്മൂത്ത് വണ്ടി. കാതറെ എന്നോട് രാവിലെ മുട്ടല്ലേ വരക്കാൻ പറഞ്ഞിട്ടൊരു സാധനം അത് വരച്ചിന നീ? ഓ വരച്ചിനെ കാണിക്കറ നീ അത് കാണിക്കണ്ട ഇപ്പൊ കണ്ട പറഞ്ഞത്. നമ്മുടെ അട്ട എല്ലാവരും ശ്രദ്ധിക്കേ. കാതറെ കാട്ടെ നിങ്ങൾ ഇരിക്കുന്നതാ എല്ലാ വാ